ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ആണ്. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ 65ന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഏകദേശം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഏകദേശം ഒരു ചെറിയ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളും കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കൂടാതെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ട തൈരാണ്. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഞാനിവിടെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 3 പച്ചമുളക് കൂടി ഞാനിതോട്ട് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യമായി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റെഡ് ചില്ലി പൗഡർ നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ തൈര് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്തെങ്കിലും നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്യാനായിട്ട്. അവസാനമായി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കുരുമുളകിന്റെ അളവും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മളിത് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്യാണ്ട് വെച്ചിട്ട് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ 2 പൊടികൾ കൂടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് കുഴിഞ്ഞൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ അപ്പോൾ ഒഴിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എണ്ണ തിളപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നമുക്ക് ഒന്നിച്ചെല്ലാം കൂടെ ഫ്രൈ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 2-3 വട്ടമായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ട് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതുകൂടി ജസ്റ്റ് തവി വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒട്ടിയിരിക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുമാറി സെപ്പറേറ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരിക്കലും നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഫുൾ ടൈം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ആദ്യത്തെ 1 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് തീ കുറച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കേണ്ടതാണ്. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ 1 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ചില്ലെങ്കിൽ ഈ ചിക്കൻ്റെ ഒക്കെ ഔട്ടർ പാർട്സ് മൊത്തം പെട്ടെന്ന് ഫ്രൈ ആകും. പക്ഷേ അകം നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് കണ്ടീഷനിൽ നമുക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചിക്കൻ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് മീഡിയത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള 3 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്.
ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ഈ ചിക്കന് പുറത്തുള്ള മസാലയൊക്കെ കറക്റ്റായിട്ട് പെട്ടെന്ന് അങ്ങ് ക്രിസ്പി ആകും. അപ്പോൾ ഈ മസാല ഈ ചിക്കനിൽ നിന്ന് വിട്ടുപോകുന്ന ആ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവില്ല. നമ്മളിവിടെ 1 മിനിറ്റിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ പറയുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫുൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ഔട്ടർ പാർട്സ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും, പക്ഷേ ഇൻസൈഡ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചിക്കൻ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിവിടെ ഏകദേശം ഒരു 3 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിവിടെ ചിക്കനെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് കണ്ടീഷനിൽ നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുകൂടി ഒരു പാത്രം വെക്കാം. ഈ പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ഇത് മൂന്നും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത സെയിം എണ്ണയിൽ നിന്നാണ് നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ചെയ്യുന്നത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇത് നമുക്ക് ഒത്തിരി നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറുനാരങ്ങയുടെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്തതിനു ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.